ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയാണ് 6 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് വിശദമായി ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, 1 അല്ല 5 കൊലക്കേസുകളിൽ സംശയനിഴലിലാണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ. പക്ഷേ നേരത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് പല രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴും ഇയാൾ ഈ കൊലക്കേസുകളുമായി ബന്ധപ്പെട്ട് കുറ്റമേറ്റെടുക്കാൻ തയ്യാറായില്ല, കുറ്റസമ്മതം നടത്തിയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ 5 സ്ത്രീകളുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസിന് ഈ ക്രൈംബ്രാഞ്ചിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത നടപടികൾ? എങ്ങനെയായിരിക്കും ഈ 6 ദിവസത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കുമോ ഉണ്ടാവുക? വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സെബാസ്റ്റിൽ നിന്ന് അന്വേഷണ സംഘത്തിന് തേടേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജൈനമ്മ തിരോധാന കേസിൽ ഏറ്റുമാനൂർ കോടതിയുടെ കീഴിൽ റിമാൻഡിലായിരുന്നു സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇയാളുടെ ആരോഗ്യസ്ഥിതികൾ പരിഗണിച്ചുകൊണ്ട് ഇയാളെ വിയൂർ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഇവിടെ കോട്ടയത്ത് എത്തിക്കുകയും അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് 11 മണിയോടുകൂടി ചേർത്തല കോടതിയിൽ എത്തിക്കുകയുമായിരുന്നു. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ്, ഐഷ തിരോധാന കേസ്, ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ്. നിലവില് ബിന്ദു പത്മനാഭൻ കേസുമായി കണക്ട് ചെയ്താണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലേക്ക് വാങ്ങിയിട്ടുള്ളത്. കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ കേസിൽ ഇയാൾക്ക് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും അന്വേഷണ സംഘത്തിന്റെ നേട്ടമാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ സെബാസ്റ്റ്യനിൽ നിന്ന് തേടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. നമുക്കറിയാം, ആദ്യ കേസിൽ ഇയാൾ പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ ജൈനമ്മ തിരോധാന കേസോ അതിന്റെ കൊലപാതക കേസോ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കൊലപാതകിയാണ് സെബാസ്റ്റ്യൻ എന്ന ഏറെക്കുറെ അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ജൈനമ്മയുടെ കേസിൽ അത് സ്ഥിരീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കുറ്റം ചെയ്ത ആളാണ് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടിയാണ് ഇനി ആലപ്പുഴയിലെ സംഘം ഇയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യനെ നേരത്തെ പിടിച്ചു നിന്നൊരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ സ്വത്തുക്കൾ ഉൾപ്പെടെ തട്ടിയെടുത്തിട്ടുള്ള ആളാണ് സെബാസ്റ്റ്യൻ. പക്ഷേ ഇതുവരെ അയാൾക്ക് മേൽ അന്ന് ഉണ്ടായിരുന്നത് 4 ഫോർജറി കേസുകൾ മാത്രമാണ്. അതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു കൊലപാതക കേസിലെ പ്രതിയായാണ് ആലപ്പുഴ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് ഇയാളെ കിട്ടുന്നത് എന്നുള്ളതാണ്, സെബാസ്റ്റ്യൻ കിട്ടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറെ നാളുകളായി ഇതിന്റെ മേലുള്ള മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത്തരത്തിൽ തയ്യാറാക്കിയ ഒരു ചോദ്യാവലിയുടെ മുന്നിലേക്കായിരിക്കും സെബാസ്റ്റ്യൻ വരാൻ പോകുന്നത്. നേരത്തെ തന്നെ പിടിച്ച അന്വേഷണ സംഘങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ കണ്ണിങ് ആയ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വളരെയധികം ബുദ്ധിമുട്ട് ഉള്ള ഒരു പ്രതിയാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അയാളുടെ ആരോഗ്യസ്ഥിതി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ അടക്കമുള്ള പല കാര്യങ്ങളെയും അഭിമുഖീകരിക്കുന്നത്. അത്തരത്തിൽ വളരെ ട്രെയിൻഡ് ആണ് ഇയാള്. നിയമവശങ്ങളെ കുറിച്ചും ഒപ്പം തന്നെ അഭിഭാഷകരുടെ സഹായവും ഒക്കെ നേരത്തെ തന്നെ തേടി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഇയാള്. പക്ഷെ അപ്പോൾ പോലും നേരത്തെ പറഞ്ഞ പല കാര്യങ്ങൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം, ന്യൂസ് 18 തന്നെ പുറത്തുവിട്ട സതീശൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിലെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അന്ന് സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ഭൂമി 2006-ൽ സതീശന് ബിന്ദു പത്മനാഭൻ ഭൂമി വിൽക്കാനായി നേരിട്ട് വന്നു. അതിനുശേഷം അന്നത്തെ ദിവസം രാത്രി ബിന്ദുവും സെബാസ്റ്റ്യനും ഒന്നിച്ച് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലാണ് താമസിച്ചടക്കമുള്ള നിർണായക വെളിപ്പെടുത്തൽ അയാൾ നടത്തിയിരുന്നു. പക്ഷേ പറഞ്ഞ പല കാര്യങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയതിന് വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ സതീഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ഈ ഭൂമി ഇടപാട്, അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇനിയും ദൂരീകരിക്കാൻ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ചില വിവരങ്ങൾ കൃത്യമായി തേടിയതിനു ശേഷമാണ് ഈ ചൊവ്വാഴ്ച വരെയുള്ള കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ ചേർത്തല കോടതിയിൽ നിന്ന് അല്പസമയം മുമ്പ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. തീർച്ചയായും ശരണ്യ, ഏറ്റവും ഒടുവിലായി കൂത്താട്ടുകുളത്തെ ഏലിയാമ്മയുടെ തിരോധാന കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും ഈ കസ്റ്റഡി കാലാവധിയിൽ ഉണ്ടാകുമോ? ഇതില് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഇപ്പൊ പോകുന്നത് എന്നുള്ളതാണ്. കോട്ടയത്തുള്ള ക്രൈംബ്രാഞ്ച് സംഘം കൂത്താട്ടുകുളം പോലീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവര് വിശദാംശങ്ങൾ, ഏലിയാമ്മ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അവർ തേടുന്നുണ്ടായിരുന്നു. ഒപ്പം ആലുവ ക്രൈംബ്രാഞ്ചാണ് ഏലിയാമ്മയുടെ ആദ്യ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്.
ആലപ്പുഴയിലെ അന്വേഷണ സംഘത്തിനും ഈ ഇത്തരത്തിൽ ഏലിയാമ്മ കേസുമായി കണക്ട് ചെയ്തിട്ടുള്ള വിവരങ്ങൾ അവരും തേടിയിട്ടുണ്ട്. അങ്ങനെ ഈ സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്യുന്ന കേസുകൾ, സംശയാസ്പദമായി നിൽക്കുന്ന കേസുകൾ, റീഓപ്പൺ ചെയ്ത കേസുകൾ, ഇതെല്ലാം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിവിധ ജില്ലകളിലെ ടീമുകൾ 3 ജില്ലകളിൽ ഇപ്പം ഈ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ 3 ജില്ലകളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അത്തരത്തിൽ ഓരോ കേസിലും കസ്റ്റഡിയിൽ കിട്ടുന്ന ഘട്ടത്തിൽ മറ്റ് കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടെ, ഇപ്പോ കോട്ടയത്ത് ജയനമ്മ കേസിൽ ഇയാള് റിമാൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത് ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ബിന്ദു പത്മനാഭന്റെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടെ സാന്നിധ്യത്തിലായിരുന്നു അവിടെ ആ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും അത്തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയം SP ഗിരീഷ് പി സാരഥി ഉൾപ്പെടെയുള്ള ആളുകൾ, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി, ഒപ്പം ആലപ്പുഴ SP മോഹനചന്ദ്രൻ, ഈ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കേസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് 3 പേരും കഴിഞ്ഞ ദിവസവും ആലപ്പുഴയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റായ ഒരു റിവ്യൂ ഇതിനകത്ത് നടന്നു പോകുന്നുണ്ട്. എന്തായാലും ഇത്രയും നാളും പോലീസിനെ ആകെ കുഴച്ച, അതിൽ പോലീസിന് തന്നെ ആ തുടക്കഘട്ടത്തിൽ വലിയ വീഴ്ച വന്നൊരു കേസാണ്. പക്ഷെ ഇപ്പോൾ പോലീസ് തന്നെ ആ കുരുക്ക് വർഷങ്ങൾക്ക് ശേഷം അഴിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ടോം, വരുന്ന ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ കേസിലെ പല നിർണായകമായ ചുവടുവയ്പ്പിലേക്കും അന്വേഷണ സംഘം നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വ്യക്തമാണ്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലക്കേസുകളാണ്. സ്വാഭാവികമായിട്ടും വലിയ വെല്ലുവിളികളുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ. ശരണ്യ, അപ്പോൾ ഈ 5 പേരെയും സെബാസ്റ്റ്യൻ തന്നെയാണ് കൊലപ്പെടുത്തുന്ന സൂചനകളുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, എന്തിനാണ് കൊലപ്പെടുത്തിയത്, കൊലപാതകത്തിന് ശേഷം ആ മൃതദേഹങ്ങൾ എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്തണം. അത് സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ പുരയിടത്തിൽ തന്നെയാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയതെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പുരയിടം പൂർണ്ണമായും പല ഭാഗങ്ങളിലും, സംശയമുള്ള ഭാഗങ്ങളിലൊക്കെ വിശദമായി പരിശോധന നടത്തേണ്ടതല്ലേ, തിരച്ചിൽ നടത്തേണ്ടതല്ലേ? പറഞ്ഞ പോലെ ഒരുപാട് ഇവര് ഇപ്പൊ പുരയിടം മുഴുവൻ പരിശോധിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ആ പുരയിടം പരിശോധിച്ചത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായിരുന്നു. അന്ന് തന്നെ ഇവിടെ എർത്ത് സയൻസിലെ ഉദ്യോഗസ്ഥർ വന്നിട്ട് റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി. ആ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ അവർ നേരിട്ടൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അതൊരു മഴക്കാലത്താണ് അവർ ആ പരിശോധന നടത്തുന്നത്. ജൂലൈയിലാണല്ലോ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അതിനുശേഷമുള്ള ഒരു പരിശോധന നടത്തുമ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഭൂമിക്കടിയിൽ വെള്ളം ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഡിറ്റക്ട് ചെയ്യുന്നതിനൊക്കെ ചില പ്രശ്നങ്ങൾ അവർക്ക് വേനൽക്കാലത്ത് ചെയ്യുന്ന പരിശോധനയേക്കാൾ കുറവ് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ തന്നെ ഒരു സ്പെസിഫിക് പോയിന്റിൽ അല്ലെങ്കിൽ ഒരു സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ 2 സെന്റ് സ്ഥലമോ ഒക്കെ ആണെങ്കിൽ ചെറിയ എക്യുപ്മെന്റ്സ് ആണ്. അതുകൊണ്ട് മുഴുവൻ ഇങ്ങനെ മോണിറ്റർ ചെയ്ത ഭൂമിയുടെ മുകളിൽ കൂടി ഉരുട്ടി നീക്കിയാണ് ഇത് പരിശോധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് എത്താനായിട്ട് കഴിയണം. ഇന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഈ ഒരു സെന്റിലോ 2 സെന്റിലോ ഇത് ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് എത്തത്തക്ക രീതിയിൽ ഉള്ള പരിശോധന നടത്താൻ കഴിയണം. അല്ലാതെ ആ പുരയിടത്തിൽ പരിശോധന നടത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 കുളങ്ങളുണ്ട്, തൊട്ടുപുറകിൽ തോടുണ്ട്, അതിനപ്പുറത്ത് ഒരു ചതുപ്പിന്റെ ഭാഗങ്ങളുണ്ട്, ഒരു വയൽ ഭാഗങ്ങളുണ്ട്. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സെബാസ്റ്റ്യന്റെ പുരയിടം. നിറയെ കാട് പിടിച്ചൊരു പ്രദേശമാണ്. അവിടെ ഈ ഏകദേശം 3 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഇത് എവിടെയാണ് എന്ന് കണക്ട് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ, ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ അന്വേഷണ സംഘം ഒക്കെ അവിടെ ഉഴുതുമറിക്കുമ്പോഴും അവിടെ തൊടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോ നിലവിൽക്കൊരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് ഈ മൃതദേഹങ്ങൾ ഇയാൾ മുറിച്ച് അത് കത്തിച്ചാണ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ചെറിയ കഷ്ണങ്ങളായി കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു. ആ കിട്ടിയ ബോണം അത്തരത്തിൽ കത്തിയ അസ്ഥി കഷ്ണങ്ങളായിരുന്നു, അത്തരത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അത് ഏത് രീതിയിലാണ് അത്തരത്തിൽ ശരീരഭാഗങ്ങളെ നശിപ്പിച്ച് അയാൾ എടുത്തത്, കത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോ അവര് ശാസ്ത്രീയമായ പരിശോധനയിൽ തന്നെ കണ്ടെത്തി. ഈ കത്തിയ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇയാള് നശിക്കാനായി ഇട്ടതിന് ശേഷം അവിടുന്ന് ആ എല്ലുകൾ എടുത്ത് കത്തിച്ചു കളഞ്ഞതാണോ എന്നതൊക്കെയുള്ള വളരെ പ്രസക്തമായ ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എല്ലുകളുടെ DNA പരിശോധനാ ഫലമാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ പരിശോധനാ ഫലത്തിൽ ഇനി ഇത് കത്തിച്ചത് എന്തെങ്കിലും പ്രശ്നം DNA സാമ്പിൾസിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതും നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ അന്വേഷണ സംഘം പറയുന്നത് അത്തരം പ്രശ്നങ്ങളില്ല, അവർക്ക് അത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ അവിടെ തന്നെ അത് കിട്ടുമ്പോഴും അത് ആരുടെയൊക്കെ ആണ്, ജൈനമ്മയുടേതാണോ അതോ മറ്റാരുടെയെങ്കിലും ആണോ എന്നൊക്കെ സ്ഥിരീകരണം വരുമ്പോൾ ഒരുപക്ഷെ വലിയ ട്വിസ്റ്റ് കേസിൽ ഉണ്ടാവും എന്നുള്ളതാണ്
പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കോട്ടയംകാർ പറയുന്നത് അത് ജയനമ്മയുടെ തന്നെ ആവാനാണ് സാധ്യത എന്നുള്ളൊരു നിഗമനത്തിലൊക്കെ അവർ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കേസിൽ പിടിവള്ളിയായി കിട്ടിയിരിക്കുന്നത് ജയനമ്മയുടെ സ്വർണം വിറ്റതും ജയനമ്മയുടെ രക്തക്കറകൾ വീടിനകത്തുനിന്ന് കണ്ടെത്തിയതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ബ്ലഡ് സ്റ്റെയിൻസ് DNA സാമ്പിളിങ്ങിന്റെ പരിശോധനയിൽ ജയനമ്മയുടെ ബന്ധുക്കളുടേതായിട്ടുള്ള പരിശോധനയിൽ അകത്ത് കണ്ട രക്തക്കറ, പള്ളിപ്പുറത്തെ വീടിനകത്ത് കണ്ട രക്തക്കറ ജയനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥിരീകരണം ഉണ്ട്. ജയനമ്മ കേസിൽ സെബാസ്റ്റിനെ പുറത്തിറങ്ങാത്ത രീതിയിൽ വലയിലാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളുടെ ഇടയിൽ നിന്നും ഇത്രയും സ്ത്രീകൾ മിസ്സിംഗ് ആണ്. ഇവരെവിടെ എന്ന് ഉത്തരം പറയേണ്ടത് സമൂഹത്തിനോട് കൂടി അന്വേഷണ സംഘം ഉത്തരം പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സംഭവിച്ചു എന്നെങ്കിലും കണ്ടെത്തേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്വം പോലീസിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പള്ളിപ്പുറത്ത് നിന്ന് തുടങ്ങി എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം അല്ലെങ്കിൽ കാരമല എന്ന ഗ്രാമം ഒരു മലപ്രദേശം വരെ ഇത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അത്രയും ഇടങ്ങളിലേക്ക് സെബാസ്റ്റ്യൻ സാന്നിധ്യം പറയുന്നു. പക്ഷെ ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളതും ശ്രമകരമായ ദൗത്യമാണ്. കാരണം കാലപ്പഴക്കം ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ കേസുകളിലെ. മറ്റൊന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇപ്പൊ ലഭ്യമാകാത്തൊരവസ്ഥയൊക്കെ നിലനിൽക്കുന്നുണ്ട്. സെബാസ്റ്റ്യനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി. അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പല പ്രതിസന്ധികളും ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുണ്ട്. പ്രത്യേകിച്ചും ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കണം. സെബാസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുകളിൽ ഈ സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ സെബാസ്റ്റ്യൻ്റെ നാവിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണം. ഇയാൾ കൂടുതൽ പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ, കൂടുതൽ സ്ത്രീകൾ ഇയാളുടെ ക്രൂരതയ്ക്ക് ഇരകളായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്.